ട്രംപ് പറയുന്നത് എന്തുകൊണ്ട് ഈജിപ്തിനും ജോർദാനും ഒക്കെ ഇത്രയേറെ പിന്തുണ കൊടുക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഈ ഗാസക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടാ എന്നാണ് ട്രംപിന്റെ ചോദ്യം. UAEയും സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ അവർക്ക് എന്തുകൊണ്ട് അഭയാർത്ഥികളായി ഇവരെ സ്വീകരിച്ചുകൂടാ? അത് സ്വീകരിക്കണമെന്നതാണ് ട്രംപിന്റെ നിലപാട്. അതിന്റെ ഭാഗമായി ജോർദാനിലെ അബ്ദുള്ള രാജാവുമായി ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ നിർദ്ദേശം അപ്പോൾ തന്നെ ഔദ്യോഗികമായി ജോർദാനും ഈജിപ്തും തള്ളി. ഇപ്പോൾ ഈജിപ്ത് പറയുന്ന ഇപ്പോൾ തന്നെ ഈ ഒക്ടോബർ 7 സംഭവത്തിന് ശേഷം ഏതാണ്ട് 1 ലക്ഷത്തോളം ഫലസ്തീനികൾ ഈജിപ്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അവരെ തിരിച്ചയക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ യുദ്ധം അവസാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ അവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളോട് കൂടുതൽ ആളുകളെ എടുക്കാൻ പറയരുത് എന്നാണ് അവർ പറയുന്നത്. ജോർദാനും ഫലസ്തീനും എന്ന നിലപാടാണ് അവർ എടുക്കുന്നത്. എന്നാൽ ട്രംപ് വളരെ കൃത്യമായ ഒരു നിലപാട് പറയുന്നു. നമുക്ക് ഈ 4 കൊല്ലം കൊണ്ട് പലസ്തീൻ പ്രശ്നം, പശ്ചിമേഷ്യൻ പ്രശ്നം പരിഹരിക്കണം. ആ പരിഹരിക്കാൻ ട്രംപ് മുമ്പോട്ട് വെച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഈ നഗരം പുനർനിർമ്മിക്കണമെങ്കിൽ അവർ ഒഴിഞ്ഞു പോകണം. ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് വാസ്തവത്തിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നത്. ഫലസ്തീനികളെ സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് വഴങ്ങരുത് എന്ന് പറയുന്നു. എന്നാൽ ട്രംപ് ചോദിക്കുന്നത്, നിങ്ങൾ ഫലസ്തീനിലെ ജനതയുടെ വേദനയെക്കുറിച്ച് പറയുന്നു, അവരുടെ സങ്കടത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അവർ അഭയാർത്ഥികളായി ഏതെങ്കിലും ടെന്റിൽ കിടക്കാനല്ല. അറബ് രാജ്യങ്ങളിലേക്ക് അവർ തൽക്കാലം താമസിക്കട്ടെ. അവിടെ താമസിച്ചതിന് ശേഷം ഈ രാജ്യം മനോഹരമാക്കി നമുക്ക് പുനർനിർമ്മിക്കാം. അതിനുശേഷം അവർ ഇവിടെ വന്ന് താമസിക്കട്ടെ. ഇനി ആ രാജ്യത്ത് ഇഷ്ടപ്പെടുന്നവർ അവിടെ തുടരട്ടെ എന്നുള്ള ഒരു പ്രഖ്യാപനം. നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിനെ കുറിച്ച് പറയുമ്പോൾ, ആ കണ്ണീരിന്റെ പേരിൽ ബഹളം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരുടെ ജീവിതം വളർത്തിയെടുക്കാൻ, പുനർനിർമ്മിക്കാനുള്ള ഈ നിർദ്ദേശത്തോട് സഹകരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ട്രംപ് ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും ട്രംപിന്റെ നിർദ്ദേശം വളരെ സംശയത്തോടു കൂടിയാണ് അറബ് ലോകം കാണുന്നത്.